കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തെ ആകമാനം ഞെട്ടിച്ചുകൊണ്ട് വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടിയത്. 360ഓളം പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ കവർന്നു. നിരവധി ആളുകൾ അനാഥരായിട്ട് ഇപ്പോൾ ക്യാമ്പിൽ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു. അതിനെപ്പറ്റിയിട്ടുള്ള നിരവധി വശങ്ങളിലൂടെ ചർച്ചകൾ മുന്നോട്ട് പോയി. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതിനോടകം വെച്ച് തന്നെ അത് വർഗീയവൽക്കരിച്ചു പോകുന്ന ചർച്ചകൾ നമ്മൾ ചെയ്തതാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ചർച്ച മറ്റൊന്നുമല്ല, ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ കഴിയുന്നവർ, അവരെ ഇനി നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ഭവനം നൽകുക, അവർക്ക് വസ്ത്രം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവർക്ക് ജോലി നൽകുക, അങ്ങനെയുള്ള നിരവധി ദൗത്യങ്ങളിൽ കേരള സർക്കാർ ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു പദ്ധതി, ഇപ്പോൾ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരുക്കി അതിലേക്ക് പല മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള പണങ്ങൾ സ്വരൂപിച്ച് ഇവരെ സഹായിക്കുക, ഇവർക്ക് വീട് വെച്ച് നൽകുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യം ഇങ്ങനെ മുന്നോട്ട് സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെ തടയിടുന്ന രീതിയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുത്, കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയിലേക്ക് പണം അയക്കരുത്, അത് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അതിന്റെ ആദ്യം തുടക്കം വെച്ചത് തന്നെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു വർഗീയ ന്യൂസ് ചാനലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷവും വർഗീയതയും പടർത്തുന്ന ഒരു ചാനൽ ഷാഡൻസ് കറിയുടെ നേതൃത്വത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസിൽ ഇത്തിരി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വിജയിച്ചൊരു ഫ്ലാറ്റ് വാങ്ങിയതിന്റെ പേരിൽ അവൻ ആരോ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഇപ്പോൾ സർക്കാരിനെതിരെ, അവൻ ഇപ്പോഴല്ല പലതവണയായിട്ട് കേരള സർക്കാരിനെതിരെ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അവൻ പണ്ട് ശാഖയിൽ പഠിച്ചിട്ടുള്ള അതേ പ്രവൃത്തി ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു വരികയാണ്. ശാഖയിൽ പഠിപ്പിക്കുന്നതേ അങ്ങനെയാണ്. ആദ്യമേ കമ്മ്യൂണിസത്തിനെ ഒഴിവാക്കുക, പിന്നീട് ആണ് മുസ്ലിംസിനെ ഒഴിവാക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ആശയം. അപ്പോൾ ആ ഒരു തിയറിയിലേക്ക് പോവുകയാണ് അഖിൽ മാരാർ. അപ്പോൾ അഖിൽ മാരാറും ഇതിന് കച്ചകെട്ടി ഇറങ്ങുകയാണ്. ഇങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അയക്കരുത്, തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇവർക്കൊക്കെ എതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തൊരു ഭരണ സർക്കാർ ഉണ്ടെങ്കിൽ അതിനൊരു പ്രതിപക്ഷവും കാണുമെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഇവിടെ UDF അതിശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം തന്നെയാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ നിയമസഭയിൽ ഭരണപക്ഷത്തിനെ മുട്ടുകുത്തിക്കാൻ പല തവണയായിട്ട് സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്, പലതും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ VD സതീശൻ പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഫണ്ടുകൾ അത് സുതാര്യമാണ്, എല്ലാവർക്കും അയക്കാം, ഒരു കുഴപ്പവുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് പറയുകയാണ്, തുറന്നു പറയുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ UDFന്റെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ ആ ഒരു അദ്ദേഹവും കൂടി മുന്നോട്ട് വരികയാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുക, സർക്കാരിനെ ഇപ്പോൾ വിമർശിക്കേണ്ട സമയമല്ല, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ജനങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് നമുക്ക് ആവശ്യമെന്നുള്ളത് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള മറ്റ് നേതാക്കന്മാരും എല്ലാവരും ദുരിതാശ്വാസ നിധി സത്യസന്ധമാണ്, അത് സുതാര്യമാണ്, നിങ്ങൾക്കത് അന്വേഷിച്ചാൽ മതി, അതിന്റെ വസ്തുതകൾ എടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ പിന്നീട് ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സംഘപരിവാറിനെ പോലുള്ള RSSനെ പോലുള്ള BJP പോലുള്ളവർ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നത് കൊണ്ട് ഇതിനെ അലങ്കോലപ്പെടുത്തരുത് എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ ഇപ്പോൾ ഒരു ഭരണ സർക്കാർ അനധികൃതമായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പദ്ധതി ചെയ്യുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനെ മുകൾ തട്ടിലേക്ക് ചർച്ച ചെയ്യാനും അതിനെ ഒരു ഭരണ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാനും ഒക്കെ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട്. ആ ഒരു പ്രതിപക്ഷം അറിയാതെ ഒരു കാര്യം മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ പ്രതിപക്ഷം കേരളത്തിനെ ഉയർത്തിക്കാട്ടാൻ നമ്മുടെ സർക്കാരിന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുള്ള ഒരു കാര്യം, പ്രതിപക്ഷത്തിരിക്കുന്ന UDFും കോൺഗ്രസിന് വേണമെങ്കിൽ പറയാം ഭരണപക്ഷം പോരാ, ഭരണപക്ഷത്തിന് ഒട്ടും കഴമ്പില്ല, ഭരണപക്ഷത്തിന് ഇതുപോലുള്ള കാര്യങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് വേണ്ടുള്ള സാധന സാമഗ്രികൾ കൊടുക്കാൻ സാധിക്കുന്നില്ല, വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിമർശിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ഇവിടെ കോൺഗ്രസിന്റെ കീഴിൽ 100ഓളം വീടുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കർണാടക കോൺഗ്രസിന്റെ പേരിൽ നിരവധി വീടുകൾ കൊടുക്കുന്നുണ്ട്.
പ്രതിപക്ഷവും കൂടി ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധി നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വയനാടിന് വേണ്ടി. അപ്പോൾ അവർക്കറിയാം ഇവിടെ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറഞ്ഞ് കളിക്കാനുള്ള സാഹചര്യമല്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടറിയാം. കേരളം എന്ന് പറയുന്ന നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കൂട്ടായ്മ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ആ ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവർ തരുന്ന സന്ദേശവും. അപ്പോൾ ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഇതുപോലെ സംഘപരിവാറിന്റെ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ കച്ചകെട്ടി എതിർക്കുക. വി.ഡി. സതീശൻ തന്നെ തുറന്നു പറയുമ്പോൾ നമുക്ക് പിന്നെ അതിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടുള്ള കാര്യമില്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളത്, നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ സഹായിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ സഹായിക്കുന്നവരെ അവരുടെ മനസ്സ് മാറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ രണ്ടാമതൊന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി ഇറക്കുന്ന രീതിയിലുള്ള പ്രവണതകളിലുള്ള പ്രസ്താവനകൾ ഇറക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സംഘപരിവാർ പുത്രന്മാർ ഒരിക്കലും ഇതിനോട് ഇറങ്ങത്തില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കണ്ടതാണ്, രക്ഷാപ്രവർത്തനത്തിലുള്ള നിരവധി ആളുകൾ വയനാട് മേഖലയിൽ വന്നപ്പോൾ സംഘപരിവാറിന്റെയും RSSന്റെയും കീഴിലുള്ള രക്ഷാപ്രവർത്തകർ അവിടെ വന്നിട്ടില്ല. കാരണം അവർക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു. ഒരു വർഗീയതയാണ് ആ ഒരു അജണ്ട. അപ്പോൾ ആ ഒരു വിഷയം അവിടെ കിടക്കുന്നതുകൊണ്ട് അവർ ഒരിക്കലും അവിടെ വരാൻ സാധ്യത ഏറെ കുറവാണ്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളെ മുന്നിലേക്ക് വെക്കാനുള്ള ഒരു ആശയം. നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങളാണ് അവിടെ മരിച്ചു പോയത്. അവിടെ മതമെന്നോ ജാതിയെന്നോ ഇല്ലാതെ എല്ലാ മതസ്ഥരും അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരിൽ ബാക്കി വന്നവരെയൊക്കെ നമ്മൾ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വലിയൊരു ദൗത്യമാണ്. അത് നമ്മൾക്ക് ചെറിയൊരു ഫണ്ട് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു സഹായം കൊണ്ടോ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ സുതാര്യമാകുന്ന ഈ കേരള സർക്കാരിന്റെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി, അതിനെ നമ്മൾ രണ്ട് കൈ നീട്ടിയും സ്വീകരിച്ചുകൊണ്ട് അതിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.